ഇറാനിലെ ചഹബാറിനടുത്ത് അറബിക്കടലിൽ തുറമുഖം വികസിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായി ബന്ധം പുനഃസജ്ജീകരിക്കുന്നതിനായി പാകിസ്ഥാൻ തങ്ങളുടെ സിവിലിയൻ തുറമുഖം വികസിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് 1.2 ബില്യൺ രൂപ മൂല്യമുള്ള ഒരു പ്രമേയം സമർപ്പിച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ തുറമുഖം ബലൂചിസ്ഥാൻ സംസ്ഥാനത്തെ ഗാദ്വർ ജില്ലയിലെ പാസ്നി എന്ന നഗരത്തിൽ നിർമ്മിക്കപ്പെടും. ഇത് ഇന്ത്യ ഇറാനിൽ വികസിപ്പിക്കുന്ന ചബഹാർ തുറമുഖത്തിന് സമീപവുമാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിൻ്റെ ഉപദേഷ്ടാക്കൾ ഈ പദ്ധതിയുടെ രൂപരേഖയുമായി US ഉന്നത അധികാരികളെ സമീപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. പദ്ധതി പ്രകാരം US പാസ്നിയിൽ ഒരു ടെർമിനൽ നിർമ്മിച്ച് പ്രവർത്തിക്കുകയുണ്ടാകും. അതുവഴി ക്രിട്ടിക്കൽ മിനറലുകൾ ലഭ്യമാകും. പാസ്നി അഫ്ഗാനിസ്ഥാനും ഇറാനും അതിരോടുകൂടിയ ബലൂചിസ്ഥാൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചർച്ചകൾ നടന്നത് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി മുനീറും വൈറ്റ് ഹൗസിൽ ട്രംപിനോടൊപ്പം നടത്തിയ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ്. ആ യോഗത്തിൽ പാകിസ്ഥാൻ US കമ്പനികളിൽ നിന്നും ഖനനം, ഊർജ്ജ മേഖലകളിലേക്കുള്ള നിക്ഷേപം അഭ്യർത്ഥിച്ചിരുന്നു. യോഗത്തിനിടയിൽ പാകിസ്ഥാൻ്റെ സമ്പത്തുകളും ഖനിജ സമ്പത്തുകളും മുനീർ ട്രംപിനോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഒരു US ലോഹ കമ്പനിയും പാകിസ്ഥാനുമായി ചേർന്ന് $500 മില്യൺ നിക്ഷേപമുള്ള കരാറിൽ ഒപ്പുവച്ചിരുന്നു. പാകിസ്ഥാനിലെ സാങ്കേതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഖനിജങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുകയാണ് കരാറിൻ്റെ ലക്ഷ്യം. ജോ ബൈഡൻ ഭരണകാലത്ത് അകലം പാലിച്ചിരുന്ന അമേരിക്കയുമായി ബന്ധം പുതുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ പ്രധാനമായും പ്രശ്നബാധിതമായ ബലൂചിസ്ഥാൻ പ്രദേശത്തെ എണ്ണ, വാതക, ഖനിജ സമ്പത്തുകൾ US നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം. പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം US സൈനികർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുകയോ സൈനിക ഉദ്ദേശങ്ങൾക്കായി തുറമുഖം ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നതാണ് പ്രധാന നിബന്ധന. പകരം പാസ്നി തുറമുഖത്തെ ഖനിജ സമൃദ്ധമായ പടിഞ്ഞാറൻ പ്രവിശ്യകളുമായി റെയിൽവേ മാർഗം ചേർക്കാൻ US പണം നിക്ഷേപിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പാസ്നിയുടെ ഇമ്പോർട്ടൻസ്? പാസ്നിയുടെ ഭൂമിശാസ്ത്രമായ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാനും മധ്യേഷ്യയ്ക്കും സമീപം US വ്യാപാര സാധ്യതകൾ വികസിപ്പിക്കാനും അറബിക്കടലിലും മധ്യേഷ്യയിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പാകിസ്ഥാൻ USന് വിശദീകരിച്ചിട്ടുണ്ട്. ചൈനയുടെ സാമ്പത്തിക സഹായത്താൽ വികസിപ്പിച്ച ഗാദ്വർ തുറമുഖം പാകിസ്ഥാനിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് പാസ്നിയിൽ നിന്ന് വെറും 100 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഗാദ്വർ ഇപ്പോൾ ചൈനീസ് നിയന്ത്രണത്തിലുമാണ്. അമേരിക്കയുമായുള്ള ഇടപാടുകൾ ഉണ്ടാകുമെങ്കിൽ പാകിസ്ഥാൻ ചൈനയുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തുമെന്നതും മറ്റൊരു പ്രധാന ചോദ്യമാണ്. ഇന്ത്യയും ഈ വികസനത്തിലേക്ക് ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. കാരണം പാസ്നിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന തുറമുഖം ഇന്ത്യ ഇറാൻ ചേർന്ന് വികസിപ്പിക്കുന്ന ചഹബാർ തുറമുഖത്തു നിന്നും വെറും 300 കിലോമീറ്റർ അകലെയാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയിലേക്കുള്ള പ്രവേശന മാർഗം നൽകുന്ന പദ്ധതിയാണ് ചഹബാർ. 2024 ഇന്ത്യയും ഇറാനും ചേർന്ന് തുറമുഖം നിയന്ത്രിക്കുന്നതിന് 10 വർഷത്തേക്കുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതി അമേരിക്കയോട് പാകിസ്ഥാൻ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാന് അമേരിക്കയോടും ചൈനയോടും ഒരേ നിലപാടാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം.